കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം മാറി കയറി കേട്ടോ. പക്ഷേ അന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 8:30 പോകേണ്ട ട്രെയിന് അന്ന് അവിടെ വന്നിട്ടില്ല. 8:45 8:50 ആയിട്ടുണ്ട് ട്രെയിൻ വന്നപ്പോൾ തന്നെ ലേറ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും എറണാകുളം ട്രെയിൻ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. മക്കൾ 3 തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. ഒരു 3 ആൺകുട്ടികൾ, ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു തൊട്ടപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നത് നല്ല സേഫ്റ്റി തന്നെയാണ് കേട്ടോ. പിന്നെ മക്കളൊക്കെ അങ്ങനെ നടക്കുകയാണ്. 2-3 പേര് അവിടെ കുറച്ച് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരിങ്ങനെ ഓരോരുത്തർക്കും പോവുക, അങ്ങോട്ടും വരിക, അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുകയാണ്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ഭാരതപ്പുഴൻ്റെ അവസ്ഥയാണ് കേട്ടോ. അത് കണ്ടിട്ട് ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ വേനൽക്കാലമല്ലേ, ഒരു തുള്ളി വെള്ളം എവിടെ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു പുഴയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ കുറച്ച് വെള്ളമുണ്ട്. മഴക്കാലമൊക്കെ ആകുമ്പോൾ പിന്നെ ശരിയായിക്കോളും. പക്ഷേ നമുക്ക് എന്തോ കണ്ടപ്പോൾ ഭയങ്കര വല്ലാത്തൊരു സങ്കടം. പിന്നെ നമ്മൾ 11 മണി 11:15 ആയപ്പോൾ നമ്മൾ ആലുവയിലാണ് കേട്ടോ ട്രെയിൻ ഇറങ്ങിയത്. അങ്ങനെ ആലുവയിൽ ട്രെയിനൊക്കെ ഇറങ്ങി. പിന്നെ നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അങ്ങനെ മക്കളൊക്കെ വിശക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഇത് 12 മണി 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഫുഡ് കഴിക്കാം. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ രാവിലെ നേരത്തെ പോകുന്നതല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ബിരിയാണി, നമുക്ക് എന്താണോ വേണ്ടത് അങ്ങനെ അവനാണ് ഇഷ്ടമുള്ള ഐറ്റംസ് അങ്ങനെ ഓർഡർ ചെയ്തു. ഞങ്ങളെല്ലാവരും ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു, രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി. പക്ഷേ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ടേസ്റ്റ്. 2-3 പേര് ചിക്കൻ ബിരിയാണി എടുത്തിരുന്നു. ചിക്കൻ ബിരിയാണി അത്ര ടേസ്റ്റ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത പ്ലാന് ലുലു മാളിൽ പോകാമെന്നുള്ളതാണ് കേട്ടോ. ഞങ്ങളോരോ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ലുലു മാളിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മെട്രോയിലാണ് പോകുന്നത്. അങ്ങനെ മെട്രോയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആലുവ സ്റ്റേഷനിൽ ഇറങ്ങിയത്. ആലുവ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷനും. അപ്പോൾ നമ്മൾ അവിടുന്ന് പിന്നെ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ബസ്സിൽ പോകാനൊന്നും ഇല്ല, കുറച്ച് തന്നെ ഉള്ളൂ. പക്ഷേ കുട്ടികളെയും കൊണ്ട് അങ്ങനെ വെയിലത്ത് നടക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ബസ്സിൽ പോകുന്നു. മിനിമം ചാർജ് ഉള്ളൂ, 10 രൂപ ഉള്ളൂ കേട്ടോ ബസ്സിന്. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി. തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷനും. അപ്പോൾ അങ്ങനെ മെട്രോ സ്റ്റേഷനിലേക്ക് പോണ വഴിയിലാണ് കേട്ടോ ഈ ഒരു പൂവ് കണ്ടത്, അരളിപ്പൂ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മരിച്ചുപോയ പെൺകുട്ടിയെന്ന് ഓർത്ത് പോയിട്ടോ. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഹലോ നല്ല ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ടാണ് ടിക്കറ്റ് അധികമൊന്നും ഉണ്ടാവില്ല. 10 രൂപ വളരെ ഷോപ്പുണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു 5 വയസ്സിൻ്റെ മുകളിലൊക്കെ മതിയാവും കുട്ടികൾക്ക് ടിക്കറ്റ് എന്ന്. പക്ഷേ ഇവിടെ വയസ്സിൻ്റെ കണക്കിൽ അങ്ങനെ അല്ല, ഹൈറ്റിനനുസരിച്ചാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്നത്. 90 സെൻറ്റിമീറ്ററിന് മുകളിലില്ല എല്ലാവർക്കും ടിക്കറ്റ് വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒരു എയർപോർട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ നമ്മളെ ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളും നമ്മളെ ബാഗും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇതിൽ അവർ പറഞ്ഞേക്കുള്ളൂ. അപ്പോൾ എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ മെട്രോയിൽ കയറിയിട്ടുള്ള. നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മെട്രോയിൽ പോകാമെന്നുള്ള. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതാ മെട്രോ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ മെട്രോയിലൊക്കെ കയറി യാത്ര തുടരുകയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആ ഒരു ത്രില്ലിൽ തന്നെയാണ്. കുട്ടികളൊക്കെ വേറൊരു വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഫുൾ ഓടിക്കളിയും ചാട്ടവും ഒക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ എടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കണമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു മക്കളെ ഹാപ്പി അല്ലേ, അവർ സന്തോഷിക്കട്ടെ വിചാരിച്ചിട്ട് ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല. എല്ലാവരും നല്ല കളിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. ട്രെയിൻ കുറച്ചേരും ഓടാൻ നിൽക്കത്തില്ല. അവിടെ നിന്ന് ഇറങ്ങിക്കാൻ പറഞ്ഞാൽ ഒരു സൗണ്ട് ഉണ്ടാക്കും ആ ട്രെയിൻ. ആ സമയമാകുമ്പോൾ പാലടഞ്ഞു പാലല്ല, ഇതിങ്ങനെ അടഞ്ഞുകൊണ്ടേയിരിക്കും. ലിഫ്റ്റ് ആകുമ്പോൾ കൈ വെച്ച് തുറന്നത് ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങോട്ട് ലുലുവിലേക്ക് പോകണം. ഇനി ഇവിടെ താഴേക്ക് ഇറങ്ങാം, ലെഫ്റ്റ് സൈഡ് പോവാ. അവിടെ ഒരു ഫ്ലോർ താഴേക്ക് ഇറങ്ങും. ലെഫ്റ്റ് സ്ട്രൈറ്റ് പോവാം. അട്ട് ചെല്ലുമ്പോ എസ്കലേറ്റർ ഉണ്ടാവും. അവിടെ ഒന്നുകൂടെ താഴെ ഇറങ്ങും. അപ്പൊ അവിടെ എക്സിറ്റ് ഉണ്ടാവും. എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ ഞങ്ങൾ ലുലു മാളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളെ കൂടെ കുറേ കുട്ടികളെ കണ്ടപ്പോൾ സെക്യൂരിറ്റി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തായിരുന്നു. നമ്മൾ ഇറങ്ങാൻ വൈകിയാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇതിൻ്റെ മെട്രോയുടെ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് അടയും. അപ്പോൾ ലിഫ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ചാൽ സ്റ്റോപ്പായി നിൽക്കും. പക്ഷേ മെട്രോയുടെ ഡോറ് അങ്ങനെ അടഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റോപ്പിലുള്ള ഇറങ്ങാൻ പറ്റുക. അപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ നമ്മൾ കുറച്ചധികം പേരുണ്ടല്ലോ. അപ്പോൾ ഒരു അര മിനിറ്റ് പോലും സത്യം പറഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പിൽ അങ്ങനെ നിർത്തുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ട്രെയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ അറിവ് ഇങ്ങനെ പറഞ്ഞു, നമുക്കത് പ്രത്യേകിച്ച് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആവുമ്പോൾ നമുക്കങ്ങനെ ഒരു ക്ലാസ് കിട്ടുന്നതും നല്ലതാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര എന്താ പറയുക നല്ലൊരു കമ്പനി ആയിട്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത്. കുട്ടികളൊക്കെ എല്ലാവരും ആയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറിയത്. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലുലുക്ക് അങ്ങനെ പോവാണ്. ഒരു സൈഡ് അങ്ങനെ കുറച്ച് സമയത്തിലൊക്കെ നടന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് നിസ്കരിക്കാനും ഫ്രഷ് ആവാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ പ്രെയർ ഹാൾ ഉണ്ട്. മാഷാ അല്ലാ, ഈ പ്രെയർ ഹാൾ കണ്ടാൽ തന്നെ നമ്മളെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും കേട്ടോ. അത്രയ്ക്കും ക്യൂട്ടായിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് അറിയുണ്ടാവും. ഞാൻ വേറൊരു സ്ഥലത്തും ഇത്രയും ഭംഗിയുള്ളൊരു പ്രെയർ ഹാൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മാഷാ അല്ലാ. അങ്ങനെ പ്രെയർ ഹാളിലൊക്കെ കയറി നിസ്കാരവും കാര്യങ്ങളും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതേപോലെ ഓരോ ഷോപ്പിലൊക്കെ ഇങ്ങനെ കയറി കേട്ടോ. ജസ്റ്റ് അങ്ങനെ ഒന്നും പർച്ചേസിങ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കത് കാണലും ചെയ്യാമല്ലോ, പർച്ചേസിങ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും. അങ്ങനെ നമ്മൾ പിന്നെ ടോയ്സിൻ്റെ ഏരിയയിൽ അതുപോലെ ഹോം ഡെക്കർ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട്. അപ്പോൾ ആ ഷോപ്പിലൊക്കെ കയറി
ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം തന്നെ ഈ ഷോപ്പിലുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് കാണുന്നത് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ചിലർക്ക് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് നല്ല ഭംഗിയാണല്ലേ ഈ ഐറ്റംസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മളെ വീടിനെ ഭംഗിയാക്കുന്ന ചില ഐറ്റംസാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയായിരുന്നു ഒന്നിലും തൊടണ്ട, ടച്ച് ചെയ്യേണ്ടെന്ന് പറയായിരുന്നു. അപ്പോൾ അവർ കുട്ടികളല്ലേ, ടച്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെങ്ങനെ പറയാണ്. പിന്നെ ഹോം സെൻറ്ററിലും ഐക്കയിലൊക്കെ കാണുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ബോട്ടിൽസ് ആയാലും ഹോം ഡെക്കർ ഐറ്റംസ് ആയാലും ഒരുപാട് ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ വാൾ ഡെക്കറേഷൻ ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. ഫ്രെയിംസ് ഉണ്ട്, അടിപൊളി പെയിൻറ്റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ വെറൈറ്റി ക്ലോക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് കുട്ടികളുടെ റൈഡൊക്കെ ഉള്ള ആ ഒരു ഫ്ലോറിലാണ് കേട്ടോ. അങ്ങനെ അധിക വെയിലൊന്നുമില്ല, പക്ഷെ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ചോദിച്ചാൽ തരൂല. അവന് ഇവിടുന്ന് നോക്കട്ടോ നോർത്തുനിന്ന് കറക്റ്റ് ടൈം പറയാം. ട്രെയിനാണ് അഞ്ചാ അവൻ കുറിച്ചോ അങ്ങനെ
അങ്ങനെ മറൈൻ ഡ്രൈവിൽ ആ തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ വിചാരിച്ച എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ കുലുക്ക് സർബത്തും ബൂസ്റ്റ് കുലുക്കും ഉപ്പിലിട്ട ഐറ്റംസും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓരോന്നെടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ മറൈൻ ഡ്രൈവിലൊക്കെ സ്പെൻഡ് ചെയ്തു. പക്ഷെ അധിക ടൈം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിന് എറണാകുളം ജംഗ്ഷനിൽ 5:15-നാണ്. അപ്പോൾ 5:15-ന് ട്രെയിന് കറക്റ്റായിട്ട് എടുക്കും. അപ്പോൾ ഞങ്ങൾക്കത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് രാത്രിയേ ട്രെയിനുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു പോന്നിട്ട് ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിലേക്ക് അങ്ങനെ ബസ്സിന് അങ്ങനെ പോയി കേട്ടോ. ബസ്സിനങ്ങനെ പോയി അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ 5:15-ന് അവിടുന്ന് ട്രെയിൻ എടുത്തു. അത് 7:45 ആ ഒരു ടൈം ആയപ്പോഴേക്കും ഷൊർണൂരെത്തി. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് തിരിച്ച് 8:15-നാണ് ഞങ്ങൾക്ക് നിലമ്പൂർക്കുള്ള ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അടിപൊളി ട്രിപ്പ്. ഇനി ഞങ്ങൾ ഇതേപോലത്തെ ഒരു ട്രിപ്പ് വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും അത് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.